ഇന്നത്തെ ഉച്ചയൂണിന് ചോറും ചാള വറുത്തതും സാമ്പാറും. ഇവിടെ സാമ്പാർ വെച്ചാൽ പിന്നെ വേറെ കറികളൊന്നും വെക്കില്ല കേട്ടോ. സാമ്പാറിനോടൊപ്പം ഒരു മീൻ വറുത്തത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് അങ്ങനെയാണ്. ഇവിടെ പിന്നെ ആർക്കും പച്ചക്കറികൾ അധികം വേണ്ട. മീനുണ്ടെങ്കിൽ പിന്നെ ധാരാളം. മീനും കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കപ്പയും മീനും മാത്രം മതി കേട്ടോ, വേറെ കറികളൊന്നും വേണ്ട. അതെന്തായാലും എളുപ്പമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സാമ്പാർ വയ്ക്കുന്ന ദിവസം സാമ്പാറും മീൻ വറുത്തത് മാത്രം മതി കേട്ടോ. ഇത് ചട്ടിയിൽ കുറച്ച് കപ്പലണ്ടി എല്ലാം ഇട്ട് നെയ്യിലിട്ട് വറുത്ത് എടുക്കുകയാണ്. കുറേ ദിവസമായി കപ്പലണ്ടി വാങ്ങിച്ചിട്ട് തനങ്ങാതിരിക്കുക കേട്ടോ. ആ നെയ്യിലിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചാൽ, റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ആരെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ നിന്നപ്പോഴേക്കും ഒരു കൊറിയർ വന്നു. ഇത് നമ്മുടെ ചാർജറിൻ്റെ കവറാട്ടോ. നമ്മുടെ ചാർജറിൻ്റെ കേബിളിനൊക്കെ കുറച്ച് ലൈഫ് കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടാൽ കുറച്ച് നാളങ്ങനെ പോകും കേട്ടോ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് സാധനം ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നല്ലതാട്ടോ ചാർജറിന്. ഇങ്ങനെ ആ കേബിളൊക്കെ കവർ ചെയ്തുകൊണ്ടൊരു സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി എടുക്കണം. 2 മണിക്കൂർ എടുത്തു 2 ചാർജർ ഞാൻ ചുറ്റി എടുക്കാനായിട്ട്. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ ചുറ്റിക്കൊണ്ട് നിന്നു. കപ്പലണ്ടിയും വറുത്ത് ഒരു സൈഡിൽ കൂടെ കഴിച്ചുകൊണ്ടൊക്കെ നിന്നു. അങ്ങനെ വറുത്ത് വെച്ചത് കൊണ്ട് ആ കപ്പലണ്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുന്നു എന്ന് ചോദിച്ചാൽ മഴ പെയ്യുന്നുമില്ല. ഇടിയും മിന്നലും മഴക്കാറും ഒക്കെ ഉള്ളതല്ലാണ്ട് വേറൊന്നുമില്ല. ഒപ്പം നല്ല കാര്യമായിട്ടുള്ള ചൂടും കേട്ടോ. വേദയും ഏട്ടനും കൂടി ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല. സാധാരണ ഞാനാണ് എപ്പോഴും പോവാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ തന്നെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവർ പോയിരിക്കുകയാണ്. മഴയത്ത് നനയുമോ എന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ മഴ പെയ്തതുമില്ല, അവർ നനഞ്ഞതുമില്ല. നേരെ വീടെത്തുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് രാത്രി എന്താ സ്ഥിരം പരിപാടികൾ തന്നെയാണ്. പാത്രം കഴുകൽ, പുട്ടവയ്ക്കൽ, കഴിക്കൽ, പോയി കിടന്നുറങ്ങൽ. ഇത് തന്നെയാണ് എന്നത്തെയും എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. നൈറ്റ് ആയാലും ഡേ ആയാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടികളെന്ന് പറയുന്നത്. കുക്കിംഗ് ഉണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യുക, പാത്രം കഴുകുക, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, പിന്നെ യാത്രയാണെങ്കിൽ യാത്ര ചെയ്യുക. അത്ര തന്നെ, വേറെ ഒന്നുമില്ല.